ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ശ്യാം എഴുതിയിരിക്കുന്നൊരു മെയിലിൽ കിടക്കാം. മാഡം, എൻ്റെ പേര് ശ്യാം, യഥാർത്ഥ പേരല്ല. പക്ഷേ എനിക്ക് ഏതെങ്കിലും പേരിലെങ്കിലും ഈ ഒരു കഥ മാഡത്തോട് പറഞ്ഞേ പറ്റൂ. വളരെ വിചിത്രമാണ് എൻ്റെ അനുഭവം. എനിക്ക് 29 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1.25 വർഷമായി. 27ാമത്തെ വയസ്സിൽ എനിക്ക് സ്ഥിരം ജോലി കിട്ടിയതാണ്. അന്നു മുതൽ എൻ്റെ മനസ്സിനിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്ഥിരം ജോലിയുണ്ട്, പണമുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നല്ല പെൺകുട്ടികൾ എൻ്റെ മുന്നിൽ വന്നില്ല. കാണാൻ പോയ പെൺകുട്ടികളെ ഒന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെ നിരാശയിൽ നടക്കുമ്പോഴാണ് ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് അവിടുത്തെ സെയിൽസ് ഗേൾ എൻ്റെ ഫ്രണ്ടാണ്. ആ പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന മറ്റൊരു പെൺകുട്ടിയെ കണ്ടത് ഒറ്റ നോട്ടിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ടു. അവളെ കല്യാണം കഴിച്ചെങ്കിൽ നല്ലതായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പോൾ ആ കുട്ടി പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ അകലെയാണ് താമസം. പിന്നെ നിനക്കിഷ്ടമാണെങ്കിൽ ഞാൻ ആലോചിക്കാം, ജാതി വേറെയാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ഒന്ന് മടിച്ചു. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കില്ല. ജാതിയും അതൊക്കെ എപ്പോഴും നോക്കുന്ന ആൾക്കാരാണല്ലോ ഇപ്പോഴുമുള്ളത്. എങ്കിൽ ഞാൻ അവളോട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറയുമെന്ന് പറഞ്ഞു. രാത്രിയായപ്പോൾ അവൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. വലിയ കുഴപ്പമില്ലാത്തൊരു കുടുംബമാണ്. പക്ഷേ അവിടെ ആകെയുള്ളൊരു കുഴപ്പം, പെൺകുട്ടിയുടെ ചേച്ചിയുണ്ട്. ആ പെൺകുട്ടി ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല. അവൾ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളൊരു വാശിയിലാണ്. അതുകൊണ്ട് തന്നെ മൂത്തവളെ കല്യാണം കഴിപ്പിച്ചില്ലെങ്കിലും ഇളയവൾക്ക് വേണ്ടി അവർ വരനെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. ജാതിയൊന്നും അവർക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടുകാർക്കായിരിക്കും എപ്പോഴും പ്രശ്നമെന്ന് എനിക്കറിയാം. ഞാൻ ആദ്യം എൻ്റെ അമ്മയെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചു. അമ്മ കണ്ടു പറഞ്ഞു, സൂപ്പർ ഒരു പെണ്ണാണ്, ആലോചിക്കണം നമുക്ക് എന്ന്. ഞാൻ പക്ഷേ പറഞ്ഞു, അമ്മേ ജാതി വേറെയാണെന്ന്. അമ്മയുടെ മനസ്സ് അപ്പോൾ ഒന്ന് മാറി. എങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോൾ അവരുടെ വീട്ടുകാരുമായിട്ട് നമുക്കൊന്ന് ആലോചിക്കാം, അവർക്കും ഓക്കെയാണ് നമുക്കും ഓക്കെ ആണെങ്കിൽ ജാതി മതവും നമുക്ക് നോക്കണ്ട, ഇത് നടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരി പറഞ്ഞ പോലെ പറഞ്ഞു അവർക്ക് പ്രശ്നമില്ലെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വീട്ടുകാർക്ക് പൂർണ്ണ സമ്മതം. എൻ്റെ വീട്ടുകാർക്ക് കുറച്ച് പേർക്കൊക്കെ അത്ര ഇഷ്ടമൊന്നുമല്ല. എങ്കിലും എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയായിട്ട് കല്യാണം 3 മാസത്തിനുള്ളിൽ തന്നെ നടന്നു മാഡം. എൻ്റെ ഭാര്യ, അവൾ ഇളയാളാണ്. മൂത്ത ആൾക്ക് കല്യാണമായിട്ടില്ല എന്നുള്ളത് ബന്ധുക്കൾക്കിടയിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു. പക്ഷേ അവളെന്തോ ഫെമിനിസ്റ്റ് ആണെന്നോ കല്യാണമൊന്നും ഇഷ്ടമല്ലെന്നോ ഒക്കെയാണ് അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞത്. അപ്പോൾ പിന്നെ അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും എല്ലാവർക്കും ആ പെൺകുട്ടി കാണുമ്പോൾ അത്ഭുതമായിരുന്നു. കാര്യം എൻ്റെ ഭാര്യയെക്കാളൊക്കെ കുറച്ചുകൂടി സുന്ദരിയാണ് അവളുടെ ചേച്ചി. എൻ്റെ ബന്ധുക്കളൊക്കെ ആ പെണ്ണെന്താ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്, എന്തേലും കുഴപ്പം കാണും, പ്രണയനൈരാശ്യമായിരിക്കും എന്നൊരു കൂട്ടർ. അപ്പോൾ എൻ്റെ അമ്മ പറയാണ്, അതൊന്നും ആയിരിക്കില്ല, അവളെന്തോ ഫെമിനിച്ചിയോ ഏതാണ്ടാണെന്നാണ് പറയുന്നത്, അവൾക്ക് ആണുങ്ങളെ ഒന്നും ഇഷ്ടമല്ലെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മായി പറയുകയാണ്, എങ്കിൽ അത് വല്ലതും ആയിരിക്കില്ല, ബെനീസോ ഏതാണ്ടുണ്ടല്ലോ പെണ്ണുങ്ങളും തമ്മിലുള്ള എന്തോ, അത് വല്ലതും ആയിരിക്കും ഉറപ്പാ. അപ്പം എൻ്റെ അനിയൻ തിരുത്തി, അയ്യോ അത് ലെബനീസ് എന്നൊന്നുമല്ല, വേറൊരു പേരാ എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാതെ അവരുടെ ആരുടെയെങ്കിലും കാതിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മതി എന്ന് പറഞ്ഞ് ഞാൻ അതൊക്കെ അടക്കി വെച്ചു. അവളുടെ ചേച്ചി അവരെ ഇഷ്ടമുള്ളപ്പോൾ കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കാതിരിക്കുകയോ എന്തെങ്കിലും ആവട്ടെ, നമുക്കെന്താ, എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഞാനും, അതുപോലെ അല്ലാതെ നാട്ടുകാരുടെ കാര്യം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കുമോ മാഡം? അവിടെ അമ്മായിമ്മയും സുന്ദരിയാണ്, അമ്മായിപ്പനും സുന്ദരനാണ്, ചെറുപ്പവുമാണ്. പിന്നെ എൻ്റെ ഭാര്യയും അവളുടെ ചേച്ചിയും എല്ലാവരും ഫാഷനും സൗന്ദര്യത്തിനും വളരെ മുൻകൈ എടുക്കുന്ന ആൾക്കാരാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമാ ഫാമിലി വന്നിറങ്ങുന്ന പോലെ തോന്നും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇമ്പ്രഷനായിരുന്നു. അവർ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴേക്കും ഞങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ പിന്നീട് വലിയ താല്പര്യമായിരുന്നു. കൊള്ളാം, എല്ലാവരും സൗന്ദര്യമുണ്ടെങ്കിലേ മാഡം ജാതിയും മതവും ഒക്കെ ആൾക്കാർ മറന്നു പോകും. അതാണല്ലോ ബേസിക്. പണത്തിനും സൗന്ദര്യത്തിനും പകരം വയ്ക്കാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും വേറെ ഇല്ല ഈ ലോകത്ത് എന്നാണല്ലോ പ്രമാണം. എന്തായാലും ഭാര്യയും ഞാനും തമ്മിലുള്ള ബന്ധം വളരെ നല്ലതായിരുന്നു. അവൾക്ക് എന്നോട് അമിതമായ സ്നേഹമാണ്. പിന്നെ വീട്ടുകാരുടെ ഇത്തിരി കൂടുതലാണ്. എപ്പോഴും ചേച്ചിയെയും അമ്മയും അച്ഛനെയും ഒക്കെ കാണുമെന്ന് പറയും. പിന്നെ വലിയ ദൂരമൊന്നുമല്ല, കൂടി വന്നു കഴിഞ്ഞാൽ 10-15 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ അവിടെ പോകും. വൈകുന്നേരം ഒരു 10 മണി വരെ അവിടെ ഇരുന്ന് ചിലപ്പോൾ കഴിച്ചിട്ടൊക്കെ ആയിരിക്കും വരിക. ചില ദിവസം വീട്ടിൽ വന്നാണ് കഴിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് പിന്നെ അതൊന്നും ഒരു പ്രശ്നമില്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ കറങ്ങുകയോ പോവുകയോ വരികയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അമ്മ അതൊന്നും ശ്രദ്ധിക്കില്ല. പിന്നെ മരുമകളോടെ പാചകം ചെയ്തിട്ട് വേണ്ട അമ്മയ്ക്ക് കഴിക്കാൻ. കാര്യം അമ്മയ്ക്ക് മറ്റാരും അടുക്കളയിൽ കയറുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട്
അതോടുകൂടി എൻ്റെ ഭാര്യ സ്വതന്ത്രയായി. പിന്നെ എൻ്റെ ഭാര്യയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒന്ന് തുടക്കം കുറിക്കാൻ വലിയൊരു പ്രശ്നമായിരിക്കും. നാണവും ചമ്മലും ഒക്കെയാണ്. പിന്നെ ആണുങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പല സ്ത്രീകളും അയ്യേ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് പിന്മാറി നിൽക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഭാര്യമാരെ ഒന്നിനും നിർബന്ധിക്കരുതെന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ പറയും. പക്ഷേ ഇവിടെ മറിച്ചാണ്. എൻ്റെ ഭാര്യ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ ചേട്ടന് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് എന്നോട് ചോദിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കിഷ്ടം ഞാൻ മനസ്സിൽ കണ്ടതും വീഡിയോയിൽ കണ്ടതും ഒക്കെ ചേട്ടൻ അടിപൊളിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മടിച്ച് മോളെ നീ തല കൊണ്ട് തലയാട്ടം നടത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളും ചേട്ടൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള ആട്ടം ഇഷ്ടമില്ലാത്തവർ ആരാ ഉള്ളതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു അതിനെന്താ ചേട്ടൻ ഇഷ്ടമാണെങ്കിൽ ഭർത്താവല്ലേ, അപ്പോൾ ഭാര്യ എല്ലാ കാര്യത്തിലും ഒത്തു നിൽക്കണമെന്നാണ് എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. അതേത് ടീച്ചർ? അത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പഠിപ്പിച്ച ഒരു ടീച്ചർ. കൊള്ളാം, ആ ടീച്ചറിന് എൻ്റെ ഒരു നന്ദി അറിയിച്ചേക്കൂ എന്ന് പറഞ്ഞു. എന്തായാലും അവൾ എന്നോടൊത്ത് പല രീതിയിലും വളരെ കോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാര്യയായിട്ട് മാറി. ആദ്യത്തെ 3 മാസം ഞങ്ങൾ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിൽ പോവുക വരിക ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആ വീട്ടിലെ ആളുകളോട് അത്രയൊന്നും അടുപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവധി ദിവസമൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ചെലവഴിക്കാൻ തുടങ്ങി. എൻ്റെ ഭാര്യയ്ക്കും ഒരു ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. എന്തായാലും ഇപ്പോഴേ കുട്ടികളൊന്നും വേണ്ട, 3 വർഷമെങ്കിലും അടിച്ചു പൊളിച്ചിട്ട് മതി എന്നാണ് ഭാര്യയുടെ അഭിപ്രായം. ഞാനതിനെ പിന്താങ്ങി. ഒരിക്കലും പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ രസമേ നഷ്ടപ്പെടും എന്ന് എനിക്കും അറിയാമായിരുന്നു. എൻ്റെ അമ്മായച്ചന് ആദ്യകാലത്ത് ബിസിനസ്സായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ പണമൊക്കെ നന്നായി നിക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ വസ്തുവകളൊക്കെ ഉണ്ട്. അതിൽ പലതരം കൃഷികളും ഒക്കെയുണ്ട് പുള്ളിക്ക്. അതിൽ നിന്നുള്ള വരുമാനമാണ് മെയിൻ. അതല്ലാതെ ഫിക്സഡ് ഡിപ്പോസിറ്റാണ് പുള്ളിയുടെ മെയിൻ വരുമാന മാർഗം. വേറെന്തൊക്കെയോ ഷെയറോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. എന്തായാലും നല്ല വരുമാനമുള്ള ആളാണ്. പക്ഷെ പുള്ളി ഇപ്പോൾ ഫുൾ ടൈം ഒരിക്കലും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കറങ്ങി നടക്കുകയാണ്. മക്കളെയും കൊണ്ട് ടൂറ് പോകും, ഭാര്യയും കൊണ്ട് ടൂറ് പോകും. അങ്ങനെ എപ്പോഴും കറക്കം തന്നെ കറക്കം. ജീവിതം ആസ്വദിക്കണമെന്നാണ് എൻ്റെ അമ്മായിച്ചൻ പറയുന്നത്. ഭാര്യയുടെ ചേച്ചി എൻ്റെ സെയിം പ്രായമാണ്. ഞാൻ ചേച്ചി എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ ചേച്ചി എന്ന് വിളിക്കണ്ട, എൻ്റെ പേര് വിളിച്ചാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു മുറ അനുസരിച്ച് അങ്ങനെയല്ലേ വിളിക്കേണ്ടതെന്ന്. നീ മുറയും ഒന്നും നോക്കേണ്ട കാര്യമില്ല, എന്നെ അല്ലാതെ പേരങ്ങ് വിളിച്ചാൽ മതി, അതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ ഞാൻ എല്ലാവരും വിളിക്കും പോലെ ശ്രീമോളെ എന്ന് വിളിക്കാൻ തുടങ്ങി ഭാര്യയുടെ ചേച്ചിയെ. അവർ എന്നോട് വലിയ കാര്യമാണ്. പുള്ളിക്കാരിക്ക് ജോലിയുണ്ട്, സോഷ്യൽ വർക്ക് നടത്തുന്നൊരു സ്ഥാപനത്തിലാണ്. അവർക്ക് അറിവും ഈ പറഞ്ഞതുപോലെ പരന്ന ചിന്താഗതിയൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. കുറച്ച് തൻ്റെടിയാണ്. എൻ്റെ ഭാര്യയെ പോലെയല്ല, റൊമാൻറ്റിക് ഒന്നുമല്ല. അങ്ങനെ ഒരു പ്രത്യേക ശീലമാണ്. ഒരു വട്ടം അമ്മായിമ്മയും ഞാനും മാത്രം കാറിൽ ഒരിടത്ത് പോകുകയായിരുന്നു ഷോപ്പിങ്ങിന്. അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മേ എന്താ ചേച്ചി കല്യാണം കഴിക്കാത്തത്? എടാ എനിക്കറിയില്ല. അവൾ പറഞ്ഞത് പുരുഷ സമത്വമെന്നോ സ്ത്രീ സമത്വമെന്നോ പുരുഷന്മാരെ ഇഷ്ടമല്ലെന്നോ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നോ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പ്രസവിക്കണമെന്നോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ കുറേ പറഞ്ഞു നോക്കിയതാണ്. നിനക്ക് വേറൊരു കാര്യം അറിയാമോ? ആദ്യകാലം മുതലേ ഞാൻ ഇവളെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ കുഞ്ഞല്ലേ, അതുകൊണ്ട് ഇവൾക്ക് ആവശ്യമില്ലാത്ത കുറേ അധികം സാന്ദ്രവും ഒക്കെ ഞങ്ങൾ കൊടുത്തു, ലാളിച്ച് വഷളാക്കി. അപ്പം പറയുന്നത് അനുസരിക്കില്ല. പക്ഷേ നിൻ്റെ ഭാര്യ അങ്ങനെയല്ല. അവൾ ഞങ്ങളെ അനുസരിക്കുന്നവളാണ്, പേടിയുമുണ്ട്. പക്ഷേ മൂത്തവൾക്ക് അങ്ങനെയില്ല. പിന്നെ അച്ഛൻ്റെ പുന്നാരിപ്പ് എനിക്കറിയില്ല. അങ്ങേരെ അവളെന്ത് പറഞ്ഞാലും ഓക്കെ പറയും. അവൾ കല്യാണം കഴിക്കുന്നില്ലേ, ഓക്കെ. പ്രസവിക്കുന്നില്ലേ, ഓക്കെ. വേണ്ട ഫെമിനിസ്റ്റാണോ, ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സർവ്വ കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കും മോനെ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നാലും ചേച്ചിക്ക് ജീവിതം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം വേണ്ടേ? അവൾ പറഞ്ഞത് കല്യാണം കഴിച്ചാൽ മാത്രമല്ല ജീവിതം എന്നാണ്. പക്ഷേ അമ്മേ വേറെ ചില ഗോസിപ്പുകളുണ്ട്. അപ്പം അമ്മ പറഞ്ഞു അതൊക്കെ എനിക്കറിയാടാ, അവളെക്കുറിച്ച്
കുറിച്ച് മറ്റു രീതിയിൽ പറയുന്നതല്ലേ? ഓ, അങ്ങനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പെൺ കൂട്ടുകാരിയെങ്കിലും അവൾക്കുണ്ടാകണം. ഇത് ആണുങ്ങളും കൂട്ടുകാരികളില്ല, പെണ്ണുങ്ങളും കൂട്ടുകാരികളില്ല, എല്ലാവരെയും അവൾ സമന്മാരായിട്ടും സമമായിട്ടുമാണ് കാണുന്നത്. അങ്ങനെ ഒരു ടൈപ്പാണ്. എനിക്ക് തോന്നുന്നത് ബുദ്ധി കൂടി വട്ടി പിടിച്ചാണെന്നാണ്. എന്ത് ചെയ്യാനാ, അവളെക്കൊണ്ട് ഒരു കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞാലും കേൾക്കില്ല. നീ ഒരു ദിവസം ന്യൂട്രലൊന്ന് ചോദിച്ചു നോക്ക് എന്താണെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ശ്രീമോൾ എന്നെ എന്തെങ്കിലും പറയുമെന്ന്. അവൾ നിന്നെ ഒന്നും പറയില്ലടാ, നീ ചുമ്മാ ഇങ്ങനെ ഇടയ്ക്ക് ചോദിച്ചു നോക്ക്, ഏതെങ്കിലും രീതിയിൽ മനസ്സ് മാറിയല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ചേച്ചിയോട് ചോദിക്കാമെന്ന്. എന്തായാലും അവളുടെ കാര്യത്തിൽ ആർക്കും തീരുമാനം എടുക്കാൻ പറ്റില്ല. കാര്യം അത്രയ്ക്ക് തൻ്റെ ഇടയാണ്. ഒരു ദിവസം ഭാര്യയുടെ അടുത്തൊരു ബന്ധു, അവരുടെ വിവാഹം വന്നു. ട്രിവാൻഡ്രത്താണ്. അതുകൊണ്ട് തലേദിവസം പോകണം. 2-3 ദിവസമെങ്കിലും അവിടെ പോയി നിൽക്കേണ്ടി വരും. എനിക്കെന്തായാലും അവധി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഭാര്യയും അമ്മയും കൂടി പോകുന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ ചേച്ചിയും അച്ഛനൊന്നും വരാത്തെന്ന്. ശ്രീമോൾക്ക് അതൊന്നും ഇഷ്ടമല്ല, അവൾ തോന്നെങ്കിൽ മാത്രമേ വരികയുള്ളൂ. അച്ഛൻ പിന്നെ അവൾ വന്നില്ലെങ്കിൽ കല്യാണത്തിനും കളവാണത്തിനൊന്നും വരില്ല. അവർ രണ്ടുപേരും കൂടിയാണ് ഇങ്ങനെ ഫ്രണ്ട്സിനെ പോലെ വരുന്നത്. അതുകൊണ്ട് അച്ഛനും വരുന്നില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരോടും പോകാൻ പറഞ്ഞു. നിങ്ങളോടും വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വരുന്നില്ല, നീയും അമ്മയും കൂടെ പോകാൻ പറഞ്ഞു. അപ്പോൾ അവളെന്നോട് പറഞ്ഞു ചേട്ടാ ഇടയ്ക്കൊന്ന് വീട്ടിൽ പോയി നോക്കിയേക്കണേ, അവർക്ക് രണ്ടുപേർക്കും ഒരു കമ്പനി കൊടുത്തേക്കണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. എന്തായാലും അത് ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. എന്തായാലും എനിക്ക് 7 മണി കഴിഞ്ഞ് ചെല്ലാൻ പറ്റുമെന്ന് അമ്മായച്ചൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് മതി മോനെ, എന്താ ഇവിടെ ഒരു കാര്യമില്ലല്ലോ, നീ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഒരു സെക്കൻഡ് ഷോ ഒക്കെ കാണാൻ പോകാം, 2-3 ദിവസം അവളുമാരിവിടെ ഇല്ലല്ലോ എന്ന് പറയുകയും ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്റ്റാഫിൻ്റെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാറുമെടുത്ത് അവിടെ പോയി. തിരിച്ചു വരുന്ന വഴിക്കില്ലേ മാഡം, എൻ്റെ കാറ് ഓഫായിപ്പോയി. പിന്നീടത് വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവിട്ടത്. കാര്യം ഈ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലവും എൻ്റെ ഭാര്യയുടെ വീടും അടുത്തടുത്താണ്. എൻ്റെ ഫ്രണ്ട് ബുള്ളറ്റിൽ ആ വീടിൻ്റെ മുൻവശത്ത് എന്നെ വിട്ടു. അത് കഴിഞ്ഞ ശേഷം ഞാൻ കയറി ചെന്നു. മുൻവശത്തെ വാതിലൊക്കെ ജസ്റ്റ് ചേർത്തടച്ചിട്ടേ ഉള്ളൂ, എനിക്കറിയാം. ഞാനത് തുറന്ന് അകത്ത് കയറി. ആരും ഉള്ള ലക്ഷണം കാണുന്നില്ല. എനിക്ക് തോന്നുന്നു വീടിൻ്റെ പിന്നാമ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ അടുക്കളയിലെ മറ്റോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴുണ്ട് ചേച്ചിയുടെ മുറിയിൽ നിന്ന് ഒരു കുണുക്കവും ചിണുക്കവും. ഞാനോർത്തു ടി വി വല്ലതും വെച്ചിരിക്കുകയായിരിക്കുന്ന. അതിനകത്ത് ഒരു ടി വി ഉണ്ട്. പക്ഷേ ചേച്ചി തന്നെയാണ് പറഞ്ഞത് ഒന്ന് മാറി നിൽക്കും, എന്തായതും എന്താ ഇത്ര ധൃതി കാണിക്കുന്നത്, മതി എന്നൊക്കെ പറയുന്നു. നീ ഒന്നും മിണ്ടാതിരിക്കെ എന്നൊക്കെ പറഞ്ഞ് ഒരു ശബ്ദം, പുരുഷ ശബ്ദമാണ്. ചേച്ചിക്കൊരു കാമുകനോ? കള്ളി, കൈയോടെ പിടിക്കണമല്ലോ. ഞാൻ ആ വാതിൽ ഒന്ന് തള്ളി നോക്കി മാഡം. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അത് ചേച്ചിയും എൻ്റെ അമ്മായിച്ചനുമായിരുന്നു. പാതി മറഞ്ഞ പലതും ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. എന്നെയും കണ്ട് അവർ ഞെട്ടിത്തെറിച്ചു പോയി. ആക്ച്വലി അവർ എന്തോ കുസൃതികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒറ്റ നോട്ടം നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ഭാര്യയുടെ മുറിയിലേക്ക് അങ്ങ് പോയി. എന്നിട്ട് ഡ്രസ്സ് മാറാൻ ആരംഭിച്ചു. ആരും എൻ്റെ പുറകെ വന്നില്ല. ഞാൻ ഈ ദൃശ്യം കണ്ടതിൻ്റെ ഷോക്കായിരുന്നു. എന്തായാലും അതൊരിക്കലും നല്ലൊരു പ്രവൃത്തിയായിരുന്നില്ല എന്നെനിക്ക് ഉറപ്പാണ്. അവിടെ എന്തോ തുടങ്ങാൻ പോവുകയായിരുന്നു. പക്ഷേ പാതി വെന്ത കാഴ്ചകളാണ് ഞാൻ കണ്ടത്. സത്യത്തിൽ ഞാൻ ഷോക്കായിപ്പോയി. എനിക്കവരെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ റൂമിൽ തന്നെ ഇരുന്നു, മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരുന്നു. എന്തായാലും എൻ്റെ ഭാര്യ അമ്മായിയമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചത് പറയാൻ തോന്നിയില്ല. വേണ്ട, അത് വ്യക്തിപരമായൊരു കാര്യമാണ്. ഇപ്പോൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഓരോ വ്യക്തികൾക്കും എന്തെങ്കിലും ന്യായം കാണും എന്ന് ഞാൻ ഓർത്തു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വാതിൽ തുറന്ന് ചേച്ചി എന്നെ നോക്കുന്നു. ഞാൻ ചോദിച്ചു എന്താ ചേച്ചിന്ന്? ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നോളൂ എന്ന്. ചേച്ചി വന്ന് എൻ്റെ കട്ടിലിൻ്റെ അവിടെ ഇരുന്നു. ഞാനപ്പോൾ എഴുന്നേറ്റിരുന്നു. ചേച്ചി എന്നെ നോക്കിയിട്ട് സോറി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാ സോറി എന്ന്. അപ്പോഴുണ്ട് അച്ഛനും വന്നു. അച്ഛനും അകത്തേക്ക് കയറി വന്ന് അവിടെ ഒരു കസേരയുണ്ട്, അതിലിരുന്നു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു മോനെ, നീ ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കണ്ട കാഴ്ച എനിക്കൊരു ഞെട്ടലായിരുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഞാൻ റെഡിയാണ്. നീ അവരെ വിളിച്ച് പറഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞാനിവിടെ വന്ന് മൊബൈൽ കാണുകയായിരുന്നു. പിന്നെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഞെട്ടലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയാണ് എൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞത് ഇനിയിപ്പോൾ നീ കണ്ടല്ലോ, അതുകൊണ്ട് നാണവും മാനവും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇതിൻ്റെ തുടക്കം മുതലെയുള്ള കാര്യങ്ങൾ പറയാം. ഈ കുറ്റമെല്ലാം ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് ശ്രീമോൾ സംസാരിച്ചു തുടങ്ങി. എന്താണെന്നറിയില്ല,
വയസ്സ് അറിഞ്ഞ പ്രായം മുതൽ എനിക്കെന്തോ പുരുഷന്മാരോട് ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷേ എൻ്റെ മുന്നിൽ എൻ്റെ അച്ഛനോട് വല്ലാത്ത ആരാധനയായിരുന്നു. അന്ന് അച്ഛൻ സൗന്ദര്യത്തിൻ്റെ ഒരാൾ രൂപമായിരുന്നു. പുരുഷ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ പലപ്പോഴും മറ്റാണുങ്ങളിൽ എൻ്റെ അച്ഛൻ്റെ സൗന്ദര്യം താരതമ്യം ചെയ്ത് നോക്കി. പക്ഷേ കോളേജിൽ പഠിക്കുമ്പോൾ പോലും എനിക്ക് അങ്ങനെ ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പതുക്കെ പതുക്കെ അച്ഛൻ്റെ ഓരോ ചലനങ്ങളും എന്നെ ആകർഷിക്കാൻ തുടങ്ങി. അദ്ദേഹം എൻ്റെ സ്വപ്നത്തിലേക്ക് വന്നു. എനിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാതായി. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ജോക്കി അടിച്ചു മാറ്റിക്കൊണ്ട് എൻ്റെ റൂമിൽ കൊണ്ടുപോയി. അതിൽ എനിക്ക് കളവലേപനങ്ങൾ പുരട്ടേണ്ടി വന്നു. എന്തെന്നില്ലാത്ത ഒരാരാധന തീർക്കാൻ എനിക്ക് വേറൊരു വഴിയും കണ്ടില്ല. പക്ഷേ അതാരും കണ്ടുപിടിച്ചില്ലെങ്കിലും അതിൻ്റെ ഉടമ തേടി തേടി വന്ന് ഒരു ദിവസം ആ നഗ്നമായ സത്യം അച്ഛൻ മനസ്സിലാക്കി. ആരും കാണാതെ അച്ഛൻ മുറിൽ വെച്ച് എന്നോട് ചോദ്യം ചെയ്തു. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് സോഷ്യൽ വർക്കൊക്കെ അല്ലേ പഠിക്കുന്നത്. അതിൽ സൈക്കോളജിയുമുണ്ട്. എല്ലാം തുറന്നു പറയണമെന്ന് എനിക്ക് അന്നേ ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങൾ, എനിക്ക് മറ്റൊരാണുങ്ങളോടും യാതൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞപ്പോഴേക്കും അച്ഛൻ ചേർത്ത് പിടിച്ചു. സാരമില്ല മോളെ, ഇതൊക്കെ പതുക്കെ മാറുമെന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും ഞാൻ വിട്ടില്ല. അന്ന് അടഞ്ഞു കിടക്കുന്ന കഥക് ഞാൻ ചേർത്തടയ്ക്കുകയായിരുന്നു. അച്ഛൻ എന്നോട് വേണ്ട, അനുദാത്ത സീമകൾ ലംഘിക്കരുതെന്ന് പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് കുലവാഴത്തോപ്പിൽ ഊയലിടാതെ യാതൊരു ഗുണവും അന്നുണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മതിമറക്കാൻ ഞാൻ അന്ന് തീരുമാനിച്ചു. അച്ഛനെ അന്ന് ചിലപ്പോൾ ഞാൻ ബലമായിട്ടായിരിക്കാം എൻ്റെ അന്തർധാരയിലേക്ക് കൊണ്ടുവന്നത്. ആദ്യമൊരു സംഭ്രമം അച്ഛനും ഉണ്ടായിരിക്കാം. പക്ഷേ ലോകത്തിൽ ഏറ്റവും ചേർന്ന് പോകുന്ന 2 പേരാണെന്ന് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി. പക്ഷേ അത് അമ്മയും അനിയത്തിയും ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല മറകളും ഉണ്ടാക്കി. അതിനിടയ്ക്ക് എനിക്ക് മറ്റൊരു പുരുഷനെ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇടയിൽ പല പല കള്ളത്തരങ്ങളും പറയേണ്ടി വന്നു. ഞാൻ ഫെമിനിസ്റ്റായി, ആണുങ്ങളെ ഇഷ്ടമില്ലാത്തവളായി, കല്യാണം വേണ്ടാത്തവളായി. കാര്യം എനിക്ക് പകരം വെക്കാൻ ഒരാളില്ല എന്ന് പറഞ്ഞ് ചേച്ചിയും അച്ഛനും അവിടെ നിന്ന് എഴുന്നേറ്റ് ചേർന്ന് നിന്നു. എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. വളരെ വിചിത്രമായ സംഭവം. പക്ഷേ ഞാൻ എന്ത് പറയാനാണ്? ഞാൻ ഒരു വാക്ക് തരാം, ആരോടും പറയില്ല. അത് മാത്രമേ ഉള്ളൂ. നിങ്ങളായി പിടിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അവരോട് ഞാനായിട്ട് പറയില്ലെന്ന് പറഞ്ഞു. 2 പേരും എന്നോട് നന്ദി പറഞ്ഞു പോയി. ഞാനും ഓർത്തു അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. വളരെ വിചിത്രമാണെങ്കിലും അല്ലെങ്കിൽ ഷോക്കിംഗ് ആണെങ്കിലും എൻ്റെ ഫാമിലി തന്നെയല്ലേ, എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് കഴിഞ്ഞതിൽ പിന്നെ ഞങ്ങൾ 3 പേരും കൂടുതലെടുത്തു. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് ഞാനെന്ന് അവർക്ക് മനസ്സിലായി. ഒരു ദിവസം ഞാൻ മൊബൈലിൽ നോക്കിയിരുന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്ത് അച്ഛനും അമ്മയും കൂടി ഭയങ്കര വഴക്ക്. ഞാനാണെങ്കിൽ അത് കേട്ടില്ല എന്നടിച്ചു. ഭാര്യയും ഭർത്താവുമല്ലേ. അപ്പോൾ എൻ്റെ ഭാര്യയും അവിടെയില്ല, ചേച്ചി അവിടെയില്ല. 2 പേരും കൂടി എന്തോ തുണി തയ്പ്പിച്ചതോ മറ്റോ വാങ്ങാൻ പോയിരിക്കുകയാണ്. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഒച്ച ഉയർന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അച്ഛാ, എന്താ അമ്മേ പ്രശ്നമെന്ന്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ഇവളിപ്പോൾ കൊച്ചു ചെറുപ്പക്കാരുമായിട്ട് ചാറ്റ് തുടങ്ങി. അത് ഞാൻ കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് പ്രശ്നം. ഇവൾക്ക് എന്തിനു കേടാന്ന് ചോദിച്ചു. അപ്പോഴേക്കും അമ്മ, അങ്ങനെയാണെങ്കിൽ കണക്കായിപ്പോയി. ഇപ്പോൾ എത്ര വർഷമായി നിങ്ങൾ എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, വെറുതെ ഭർത്താവായിട്ട് അഭിനയിച്ച് നടക്കുകയാണ്. നിങ്ങൾക്ക് കുഴപ്പമുണ്ട്. എനിക്കിതുവരെയും മനസ്സിനോ അല്ലെങ്കിൽ എനിക്കോ ഒരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ചെറുപ്പക്കാർ വന്നാൽ എന്താ കുഴപ്പം എന്നമ്മ വെട്ടിത്തുറന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, അച്ഛൻ ഇങ്ങനൊരു അടുപ്പമുണ്ടായപ്പോൾ മുതൽ അമ്മയോട് അകലം സൂക്ഷിക്കുകയാണ്. ഞാനാണെങ്കിൽ അച്ഛൻ്റെ കാര്യം അറിയാവുന്ന ആളാണല്ലോ. അതുകൊണ്ട് അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അമ്മേ, ശരിയാണ് അമ്മ പറഞ്ഞത്. ഇപ്പോൾ ഇത് ഞാൻ കേട്ടുപോയി. എനിക്കിതിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. അച്ഛന് ശാരീരികമായ എന്തെങ്കിലും ആവശ്യതകൾ കാണും. പ്രായമായില്ലേ. അപ്പോൾ ആണുങ്ങൾക്കൊക്കെ അങ്ങനെയാണ്. അമ്മയ്ക്ക് അറിയില്ലേ? നിങ്ങൾക്ക് 2 പേർക്കും ഒരു ഡോക്ടറെ കണ്ട് ഇതിൻ്റെ പ്രതിവിധി തേടാമായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇങ്ങേർക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്കറിയാമല്ലോ, എൻ്റെ ഭർത്താവല്ലേ എന്നോട്
എന്നോട് മാത്രമാണ് താല്പര്യക്കുറവ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു പടമിടുമ്പോൾ 100 ചെക്കന്മാരാണ് വന്ന് 100 മുത്തങ്ങളും ലൈക്കും തരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ സംസാരിച്ചാൽ എന്താ? ഇങ്ങേർക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഒരുങ്ങി കെട്ടി നടക്കുന്നത്? മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്നോട് മിണ്ടിക്കൂടെ എന്നൊക്കെ പറഞ്ഞു. പുറത്തറിഞ്ഞൊരു നാണക്കേടാണ്, ഇത്തിരി അടങ്ങണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉപദേശിച്ചു. ഞാൻ ഇത്തിരി ശബ്ദം വെറുതെ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അത് നിർത്തി. എന്തായാലും അപ്പോഴേക്കും അവർ രണ്ടുപേരും വന്നു. പിന്നെ അതിനെക്കുറിച്ച് സംസാരമൊന്നും ഉണ്ടായില്ല. ഒരു ദിവസം അച്ഛനോട് പറഞ്ഞു, എടാ അവളുടെ കൂടെ നീ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാമെന്ന്. ഞാൻ ചോദിച്ചു എന്താണെന്ന്. അവൾക്ക് നിന്നോട് നല്ല ഇഷ്ടമുണ്ട്. എന്തായാലും ഞാൻ വേറൊരു വഴിക്കാണ്. ഞാൻ ചെയ്തത് ശരിയല്ലെങ്കിലും എനിക്കവളെ ഇനി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ പോകും എൻ്റെ മകൾ പറയുന്നത് വരെ. പിന്നെ നീ ഒരു കാര്യം ചെയ്യ്. എന്തായാലും അത് നിൻ്റെ അമ്മായിമ്മയല്ലേ? അവൾക്ക് നിന്നോട് നല്ല മതിപ്പുമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് യോജിച്ച് ചേർന്ന് പ്രവർത്തിച്ചുകൂടാ അച്ഛാ എന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ പറഞ്ഞു, എൻ്റെ പൂർണ്ണ സമ്മതമുണ്ട്. പിന്നെ അവൾക്കും കുഴപ്പമൊന്നുമില്ല. അവളോട് ഞാൻ പറഞ്ഞു, എന്തിനാണ് ഈ പുറത്തു പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എനിക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ തന്നെയായിരിക്കാം. എന്നേക്കാൾ നല്ലത് നിൻ്റെ മരുമോനല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവന് സമ്മതമാകുമോ എന്നാണ് നിൻ്റെ അമ്മായിയമ്മ ആദ്യം എന്നോട് ചോദിച്ചത്. ഇനിയിപ്പം മോനെ ഒന്നുകൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമില്ല. വഴികളെല്ലാം ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. ഈ വീട്ടിൽ സദാചാരമൊന്നും ഇനി നോക്കേണ്ട കാര്യമില്ല. പിന്നെ നിൻ്റെ ഭാര്യ അറിയാതിരിക്കാൻ മാത്രം നീ ശ്രമിച്ചാൽ മതി. ഞങ്ങളുടെ കാര്യം നിൻ്റെ ഭാര്യയോടും നിൻ്റെ അമ്മാമ്മയോടും പറയരുത്. നിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. നിനക്കെന്താ? അതൊന്നും ഒരു പ്രശ്നമല്ല, ആണൊരുത്തിനല്ലേ എന്ന് അച്ഛന് ചോദിച്ചു. പക്ഷേ എനിക്ക് ഒരു ഉത്തരവും പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ അച്ഛനും അമ്മയും കൂടെ സംസാരിച്ചതുകൊണ്ടായിരിക്കാം അമ്മായിമ്മ എന്നോട് കാർ ഓടിക്കുമ്പോൾ പറയും, എന്തായാലും എൻ്റെ ഭർത്താവ് അനുവാദം തന്നു കഴിഞ്ഞു, അങ്ങനെ ഞാൻ എഴുതി തള്ളി. ഞാൻ നല്ലവളായിട്ട് നടക്കണമെങ്കിൽ ആ വീട്ടിൽ തന്നെ ഞാൻ ജീവിക്കണം. എൻ്റെ ആശകളും മോഹങ്ങളും നടക്കണം. അതുകൊണ്ട് നീയാണ് എൻ്റെ ടാർജറ്റ്. നിനക്ക് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഒരു വട്ടം അമ്മായിമ്മ ഞാനും കൂടെ ഇത്തിരി ദൂരെ ഒരാവശ്യത്തിന് പോയി കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു വനപ്രദേശമുണ്ട്. അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, മാറി കാറ് പാർക്ക് ചെയ്യൂ, ഇന്ന് എനിക്ക് അത്തപ്പൂക്കൾ വേണമെന്ന്. വേണ്ട വേണ്ട ഞാൻ 100 വട്ടം പറഞ്ഞതാണ്. പറ്റില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അന്ന് കാറിൻ്റെ പുറകിൽ വെച്ച് ഞങ്ങൾ അത്തപ്പൂക്കളം ഇട്ട് നോക്കി. വളരെ സംഭ്രമമുണ്ടായിരുന്നു എനിക്ക്. ആ സംഭവം കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് കുറ്റബോധമാണ്. പക്ഷേ അത്തനാളിലിടുന്ന അത്തപ്പൂക്കളം ചെറിയത്, തിരുവോണത്തിനിടുന്നത് 10 ലെയറോട് കൂടിയത്. ആ അത്തപ്പൂക്കളത്തിലേക്ക് പോകട്ടെ മോനെ എന്ന് ചോദിച്ച് അവർ എൻ്റെ പുറകെ നടക്കുകയാണ്. പിന്നീട് ഞാൻ സമയം പാലിച്ചു. പക്ഷേ അത് നടക്കും തോന്നില്ല മാഡം. എന്താ ചെയ്യേണ്ടത്? ഒരാൾ കാറ് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തരുത്. അത് ഓടിച്ചു പോകാൻ പറ്റണം. കാര്യം നിങ്ങളല്ലേ കാർ ഓടിക്കുന്നത്. അപ്പം അത്തപ്പൂക്കളെ വിടാനും പൂ പറിക്കാനും ഒന്നും പോകേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. അമ്മായിച്ചിൻ്റെ രഹസ്യം കണ്ടു. ഓക്കെ, ഞെട്ടിപ്പിക്കുന്നതാണ്. അവർക്ക് അവരുടെ കാര്യം, അവർ സെറ്റിൽ ഡൗൺ ആയ ആൾക്കാരാണ്. നമ്മളത് കണ്ടു, ഷോക്കായി. പിന്നെ ഓക്കെ, നമ്മളതിലേക്ക് തിരിഞ്ഞു നോക്കാതെ നമ്മുടെ കാര്യം നോക്കുക. അത് പിന്നെ ഈ പറഞ്ഞതുപോലെ അവർ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അമ്മായിമ്മയും അമ്മായിപ്പനും തമ്മിലുള്ള പ്രശ്നം അതിന് പ്രതിവിധിയായിട്ട് നിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അമ്മായിമ്മയ്ക്ക് ഇഷ്ടംപോലെ ചാറ്റുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അവരോട് പറയാമായിരുന്നു. എന്നെ ഇതിലേക്ക് പിടിച്ചിടേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്തായാലും വീടിന് പുറത്താണെങ്കിലും അകത്താണെങ്കിലും എല്ലാം കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അമ്മയുടെ ഏതെങ്കിലും ഒരു ആരാധകർ അതിൽ 1-2 പേരെ അമ്മയ്ക്ക് സൗഹൃദം ഉണ്ടാക്കാൻ അച്ഛൻ സമ്മതിച്ചാൽ മതിയല്ലോ. അപ്പോൾ പ്രശ്നം തീരും. നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ആണായിട്ട്, അങ്ങനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അത് തലയൂരി അവരെ എല്ലാവരെയും അവരുടെ കുത്സിതങ്ങളിലേക്ക് വിടേണ്ടതാണ്. നിങ്ങളും ഭാര്യയും തമ്മിലുള്ള ബന്ധം നിങ്ങൾ നോക്കിയാൽ മതി. മറ്റുള്ള രഹസ്യങ്ങൾ നിങ്ങളെ ബാധിക്കില്ല. അങ്ങനെ തീരുമാനിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പം നിങ്ങളതെല്ലാം സമ്മതിച്ച് തലയാട്ടി അവർ നിർബന്ധിച്ചപ്പോൾ കാറ് നിർത്തി. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലെ ബലഹീനത കൂടിയല്ലേ. ഒന്നുകിൽ നിങ്ങളിതൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ സ്ട്രോങ് ഡിസിഷൻ എടുക്കുക. അവരുടെ രഹസ്യം അവരുടെ രഹസ്യമായിട്ടിരിക്കട്ടെ. അമ്മായിമ്മയ്ക്കും അമ്മായിമ്മയുടെ ലോകം, അതിന് ലോകം വിശാലമാണ്, ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്, പോയിക്കോട്ടെ. നിങ്ങളും ഭാര്യ തമ്മിൽ സ്നേഹമാണെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച് കഴിയുക. അതിനുള്ള തീരുമാനമെടുത്ത് നല്ല രീതിയിൽ പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അല്ലാതെ എല്ലാത്തിൻ്റെ ഇടയിൽ പോയിട്ട് ഇടപെട്ടിട്ട് അവസാനം അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒരു സംശയം അല്ലെങ്കിൽ ഒരു പ്രശ്നം തോന്നുന്ന സമയത്ത് തന്നെ സ്ട്രോങ് ഡിസിഷൻ എടുത്ത് നല്ല പാതയിലേക്ക് വരിക എന്ന് മാത്രമേ
എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ കേട്ടോ. പിന്നെ വരുന്ന പല സ്റ്റോറികളും സാങ്കല്പികമായിരിക്കാം, അവരുടെ ഉള്ളിലുണ്ടാകുന്ന ചില സ്വപ്നങ്ങളായിരിക്കാം, കഥകളായിരിക്കാം. പക്ഷെ നമ്മളത് പറയുമ്പോഴേക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെന്ത് മറുപടി കൊടുക്കുക എന്നുള്ള രീതിയിലാണല്ലോ. എല്ലാം അങ്ങ് നടന്ന സംഭവങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇതിൽ ഫാൻറ്റസി കൂടെ ആയിരിക്കാം, അത് പ്രശ്നമൊന്നുമില്ല. കാര്യം നമുക്ക് കഥ കണ്ടന്റ് ഒക്കെ ഇങ്ങനെ വായിച്ചു പോകാമല്ലോ, അത്രേ ഉള്ളൂ കേട്ടോ. അല്ല അത് വലിയൊരു കാര്യമല്ല. പക്ഷേ ഫാൻറ്റസി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ, അത് വേറൊരു കാര്യം.